ഓക്കേടോ. സോ ഇന്നത്തെ സ്റ്റാൻഡേർഡ് പബ്ലിക്ലി അവൈലബിൾ ആയിരിക്കും. പിന്നെ പറയാനുള്ള ഒരു കേസ്, നിങ്ങൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യല്ലേ, ക്ലാസ് ഫ്രീ ആയിട്ട് തരുമോ, ക്ലാസ് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ പെയ്ഡായിട്ട് FR ക്ലാസ്സസ് എടുക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അവർക്കിടയിൽ ഞാൻ നിങ്ങൾക്ക് പൈസ കുറച്ചിട്ട് തരുമോ, അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആയി മൊത്തത്തിൽ അപ്ലോഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു അൺഫെയർ ആണ് അല്ലേ? സോ നിങ്ങൾ DM ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങൾ ഇതൊക്കെ ചോദിച്ചോ, കുഴപ്പമില്ല. പക്ഷെ ക്ലാസ് ഡിസ്കൗണ്ട് തരുമോ ഫ്രീ ആയിട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യരുത്, മെസ്സേജ് ചെയ്യരുത്. ഓക്കെ, ഞാൻ എന്തായാലും മാക്സിമം ഞാൻ കുട്ടികൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ അതൊന്ന് സൂക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ സ്റ്റാൻഡേർഡ് പബ്ലിക്ലി അവൈലബിൾ ആണ്. ഇന്നത്തെ സ്റ്റാൻഡേർഡ് IFRS 5 NCA ഹെൽപ്പ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പം അടുത്ത സ്റ്റാൻഡേർഡിന്റെ പേരാണിത്. ഈ സ്റ്റാൻഡേർഡ് അതിന്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, നമ്മൾ ഏതോ ഒരു സംഭവം, ഏതോ ഒരു NCA വിൽക്കാൻ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് വാല്യൂഷൻ ഒക്കെ വരുന്നതെന്നുള്ള പറയുന്ന സ്റ്റാൻഡേർഡ് ആണ് എന്ത്, IFRS 5 NCA ഹെൽപ്പ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് NCA ഹെൽഡ് ഫോർ സെയിൽ ഏതാണെന്ന് നോക്കാം. NCA ആസ് എ നോൺ കറന്റ് അസറ്റ്സ്. ഓക്കെ, അപ്പൊ അതിനെ കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളൊരു അസറ്റ് വാങ്ങി, അത് ആദ്യം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നീട് നമ്മൾ തീരുമാനിച്ചു, ദാറ്റ് വി ഡിസൈഡഡ് ദാറ്റ് വി ആർ ഗോയിങ് ടു സെൽ ദിസ് ഓഫ്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ അസറ്റ് യൂസ് ചെയ്തിട്ട് അതിന്റെ എക്കണോമിക് ബെനിഫിറ്റ്സ് കളക്ട് ചെയ്യുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിനെ വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എക്കണോമിക് ബെനിഫിറ്റ്സ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയുള്ള ഒരു അസറ്റിനെയാണ് എന്ത് പറയുന്നത്, NCA ഹെൽഡ് ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഡെഫിനിഷൻ വൈസ് നോക്കുവാണെങ്കിൽ an NCA should be disclassified as held for sale if its carrying amount will be recovered principally through a sale transaction rather than through a continuing use. അപ്പൊ നമ്മൾ ഒന്നിക്കല് നമ്മൾ ഏതെങ്കിലും ഒരു എഡ്ജസൻ ബിസിനസ് ആയിരിക്കാം. എഡ്ജസൻ എന്ന് പറയാൻ കാരണം കൺസോൾട്ടേഷൻ ഒക്കെ പഠിക്കാത്ത കുറെ കുട്ടികൾ ഉണ്ടാവും, FA എടുക്കാണ്ട് എക്സംഷൻസ് വഴി FRലേക്ക് കയറിയ കുട്ടികളുണ്ടാവും. അതുകൊണ്ടാണ് വേറൊരു പേര് പറയാത്തത്. നമ്മളെ കീഴിലുള്ള ഒരു ബിസിനസ്സിനെയാണ് സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ കീഴിലുള്ള നമ്മൾ പാർട്ട്ണർഷിപ്പായിട്ടൊക്കെ തുടങ്ങുന്ന ഒരു ജോയിന്റ് വെഞ്ചർ എന്നൊക്കെ പറയാം. ഓക്കെ, എന്ത് തന്നെ ആയാലും ഇത്ര മാത്രം ചിന്തിക്കുക, നമ്മൾ ഒരു മെയിൻ കമ്പനി, അതിൻ്റെ കീഴിലുള്ള സർട്ടൻ കമ്പനീസോ അല്ലെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയ സർട്ടൻ കമ്പനീസോ, അതിനെയാണ് ഈ ഡിസ്പോസൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സെപ്പറേറ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റിനെ, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അല്ലെങ്കിൽ നമ്മളുടെ കീഴിലുള്ള സബ്സിഡറി, അതും അല്ലെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയ കമ്പനി, അതും അല്ലെങ്കിൽ നമ്മളെ കമ്പനിയുടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് സെഗ്മെന്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ബിസിനസ് ഇലക്ട്രോണിക് ബിസിനസ് ആണെങ്കിൽ നമ്മളുടെ ടാബ്ലറ്റിന്റെ കംപ്ലീറ്റ് പ്രോഡക്റ്റ് ലൈന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. അതിനാണ് ഡിസ്പോസൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒന്നിക്കൽ അത് നോൺ കറന്റ് അസറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഡിസ്പോസൽ ഗ്രൂപ്പ് ആവാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് തീരുമാനിച്ചു, നമ്മൾ മൊത്തത്തിൽ ഇതിന്റെ എക്കണോമിക് ബെനിഫിറ്റ്സ് ത്രൂ സെയിൽ കളക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മളത് ഇനി എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അതായത് യൂസ് ചെയ്ത് അതിൽ നിന്ന് എക്കണോമിക് ബെനിഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പകരം എന്താണ്, നമ്മൾ സെല്ല് ചെയ്തിട്ടാണ് അതിന്റെ മൊത്തത്തിലുള്ള ബെനിഫിറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് NCA ഹെൽപ്പ് ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ക്യാരിങ് എമൗണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു എമൗണ്ട് നമ്മൾ റിക്കവർ ചെയ്യുന്നത് ത്രൂ സെയിൽ ആണെന്നുണ്ടെങ്കിൽ, അത് ത്രൂ സെയിലാണ്, നമ്മളത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നില്ല, നമ്മൾ യൂസ് ചെയ്യൽ സ്റ്റോപ്പ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അതിനാണ് NCA ഹെൽപ്പ് ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഇനി ഡിസ്പോസൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ആയിരിക്കാം, അല്ലേ? ഇപ്പൊ ഇലക്ട്രോണിക് കമ്പനി ആണെങ്കിൽ ആ ഒരു ടാബ്ലറ്റിന്റെ കമ്പനി മൊത്തത്തിൽ എന്ത് ചെയ്യാം, നമുക്കൊരു ഡിസ്പോസൽ ഗ്രൂപ്പ് എന്ന് പറയാം, നമ്മൾ വിൽക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മളുടെ കീഴിലുള്ള ഒരു കമ്പനി ആയിരിക്കാം, അതിനെയാണ് സബ്സിഡറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പിൽ നമ്മൾക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള അസറ്റ്സ് ആയിരിക്കാം. അപ്പൊ എന്തും ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അതൊരു ഗ്രൂപ്പായിട്ട് മാത്രമാണ് വാല്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിനാണ് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. ഈ എക്സാമ്പിൾസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് വേറെയുള്ള സ്റ്റാൻഡേർഡ്സിലൊക്കെ കവർ ചെയ്യും. ഓക്കെ,
ഇനി ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫൈങ് അസറ്റ്സ് അണ്ടർ IFRS 5 ആണ് പറയാൻ പോകുന്നത്. അതായത് ഏതൊരു സ്റ്റാൻഡേർഡ് പോലെയും IFRS 5 എന്തുണ്ട്, സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട് ഇൻ ഓർഡർ ടു ഗ്രൂപ്പ് ഇറ്റ് ആസ് എൻ IFRS 5. അപ്പൊ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാന്ന് നോക്കാം. നിങ്ങൾ FR പഠിക്കുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും നിങ്ങൾക്ക് AA വേണം, SBRന് വേണം, AAA വേണം. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ്സ് ആർ സംതിങ് ദാറ്റ് ഷുഡ് ബി ദെയർ ഇൻ യുവർ മൈൻഡ് ഫോർ എവർ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് മൊത്തത്തിൽ നിങ്ങളെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഒരിക്കലും മറക്കാൻ വേണ്ടി പാടില്ല. ബാക്കിയുള്ള പേപ്പേഴ്സിനൊക്കെ നമുക്കിത് ആവശ്യമുണ്ട്. ബാക്കിയുള്ള പേപ്പേഴ്സ് ആസ് ഇൻ AA ആവശ്യമുണ്ട്, SBRന് ആവശ്യമുണ്ട്, AAA ആവശ്യമുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് IFRS സ്റ്റാൻഡേർഡ്സ് ഒന്നും ഓഡിറ്റ് റിലേറ്റഡ് വർക്ക് ആണെങ്കിൽ ഓഡിറ്റ്സ് ഒന്നും ആയിരിക്കും. ഡിപ്പെൻഡിങ് അപ്പോൺ ദി പൊസിഷൻ നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും അക്കൗണ്ടന്റ്, ഓഡിറ്റിങ് ഈ പൊസിഷനിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ IFRS എന്തായാലും ക്വസ്റ്റ്യൻ വരും, ഷുവറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പേപ്പേഴ്സിന് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ജോബ് ഇന്റർവ്യൂസിന് നിങ്ങൾക്ക് എന്തുണ്ട്, സ്റ്റാൻഡേർഡ്സ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണ്? അസറ്റ്സ് ഷുഡ് ബി അവൈലബിൾ ഫോർ സെയിൽ ഇൻ ദ പ്രസന്റ് കണ്ടീഷൻ. നമ്മളിപ്പോൾ ഒരു അസറ്റ് വിൽക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രസന്റ് കണ്ടീഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെൽ ചെയ്യണം. ഓക്കെ, അതിന്റെ മുകളിൽ അഡീഷണൽ എക്സ്പെൻഡിച്ചറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു, 2 കൊല്ലം യൂസ് ചെയ്തു, അതിന്റെ പെർഫോമൻസ് ഒക്കെ കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പെർഫോമൻസ് ഇംപ്രൂവ് ഒക്കെ ചെയ്തിട്ടൊന്നല്ല നമ്മൾ വിൽക്കാനിടുന്നത്. ആ ലാപ്ടോപ്പ് എങ്ങനെയാണോ നമ്മളുടെ കയ്യിലുള്ള അതുപോലെ തന്നെ നമ്മൾ വിൽക്കാനിടുവാണ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? സെയിൽ ഹൈലി പ്രോബബിൾ ആയിരിക്കണം. അതായത് സെയിൽ എന്തായാലും നടക്കുന്നുള്ള ആ ഒരു നല്ല ഉറപ്പ് വേണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് വേറെയുണ്ട്. അതായത് സെയിൽ ഹൈലി പ്രോബബിൾ ആണെന്ന് പറയാൻ വേണ്ടി 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്ലാന് തന്നെ ഉണ്ട് മാനേജ്മെന്റിന് ആ ഒരു അസറ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ്ലി ബയറിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, അസറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ്ലി മാർക്കറ്റും ചെയ്യുന്നുണ്ട്. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയാൽ എന്തായി, സെയിൽ ഹൈലി പ്രോബബിൾ ആയി. ഓക്കെ, ഹൈലി പ്രോബബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, മാനേജ്മെന്റ് എന്ത് തന്നെ ആയാലും മാനേജ്മെന്റിന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട് അസറ്റ് സെല് ചെയ്യാൻ. രണ്ടാമത്തേത് എന്താണ്, മാനേജ്മെന്റ് ഒരു ആക്റ്റീവ് പ്രോഗ്രാം തന്നെ നടത്തുന്നുണ്ട് ബയേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ്ലി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആൾക്കാർക്ക് അറിയിക്കുന്നുണ്ട് നമ്മൾ ഈ അസറ്റിനെ വിൽക്കുകയാണ് എന്നുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ, സെയിൽ എന്ത് സംഭവിക്കും, 12 മന്ത്സിനുള്ളിൽ തന്നെ സെയിൽ നടക്കും. ഓക്കെ, സെയിൽ ഇസ് എക്സ്പെക്ടഡ് ടു ബി കംപ്ലീറ്റഡ് വിത്തിൻ ദ 12 മന്ത്സ്. അതായത് അടുത്ത നെക്സ്റ്റ് 12 മന്ത്സിനുള്ളിൽ തന്നെ സെയിൽ നടക്കുന്നുള്ളത് ഉറപ്പാണ്. ഇത് പറയുമ്പം ഞാൻ നിങ്ങളെ കുറച്ച് റിവൈൻഡ് അടിക്കുവാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കറണ്ട് അസറ്റ് എന്താണ്, 12 മന്ത്സിന്റെ ഉള്ളിൽ ചേഞ്ച് ചെയ്യുന്ന അസറ്റ്സ് ആണ് കറണ്ട് അസറ്റ്സ് അല്ലേ. കറണ്ട് അസറ്റ്സിന്റെ ഉള്ളിലുള്ള എല്ലാ കാറ്റഗറിയിലും 12 മന്ത്സ് എന്നുള്ള ഒരു മാർക്ക് ഉണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഈ ഒരു NCA ഹെൽപ്പ് ഫോർ സെയിലും കറണ്ട് അസറ്റ്സ് ആയിട്ട് മാറും ഫ്രം ദ ഡേറ്റ് ദാറ്റ് എവ്രി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ്. ഓക്കെ അല്ലേ. അപ്പൊ തേർഡ് ക്രൈറ്റീരിയ എന്താണ്, സെയില് അടുത്ത 12 മന്ത്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, നടക്കും. ഓക്കെ, ഇനി ഫോർത്ത് വൺ എന്താണ്, ഈ ഒരു അസറ്റിനെ വിൽക്കുന്ന ആ ഒരു തീരുമാനം ഇനി ക്യാൻസൽ ആവത്തേ ഇല്ല, അല്ലെങ്കിൽ അതിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പൊ ഇറ്റ് ഇസ് അൺലൈക്ലി ദാറ്റ് ദ പ്ലാൻ വിൽ ബി സിഗ്നിഫിക്കൻ്റ്ലി ചേഞ്ച് ഓർ വിത്ഡ്രോൺ. അപ്പം 4 ക്രൈറ്റീരിയാസ് ആണ്. 4 ക്രൈറ്റീരിയ ഉണ്ട്, ക്രൈറ്റീരിയാസ് അല്ല ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, അസറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രസന്റ് കണ്ടീഷനിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തത്, സെയിൽ ഹൈലി പ്രോബബിൾ ആണ്. അതായത് ഹൈലി പ്രോബബിൾ ആണെങ്കിൽ 3 കാര്യങ്ങളുണ്ട്. മാനേജ്മെന്റ് കമ്മിറ്റഡ് ടു സെല്ലാണ്, പിന്നെ ആക്റ്റീവ് പ്രോഗ്രാം ഉണ്ട് ടു ലൊക്കേറ്റ് ദ ബയർ, പിന്നെ മൂന്നാമത്തത് എന്താണ്, അസറ്റിനെ ആക്റ്റീവ്ലി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത്, സെയില് 12 മന്ത്സിനുള്ളിൽ തന്നെ നടക്കുന്നതാണ് നമ്മളെ എസംഷൻ. നാലാമത്തത്, ഒരിക്കലും ഈ ഒരു കാര്യം നമ്മൾ ചേഞ്ച് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഡിസിഷനിൽ ബാക്കോട്ടേക്ക് പോവത്തില്ല. അപ്പൊ ഇങ്ങനെയാണ് 4 ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തെങ്കിൽ ആ എസറ്റിന് നമുക്ക് എന്ത് പറയാം, IFRS 5 NCA ഹെൽപ്പ് ഫോർ സെയിൽ എന്ന് പറയാം. ഓക്കെ, ഇനി ബാക്കിയുള്ള സ്റ്റാൻഡേർഡ്സ് പോലല്ല, മെഷർമെന്റ് കുറച്ച് ചെറിയൊരു എസൻസ് ഓഫ് കോംപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞില്ല, നമ്മളിപ്പം സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെയാണ് നീങ്ങുന്നത്, ഈസി ടു ഡിഫിക്കൾട്ട്, അങ്ങനെയാണ് നമ്മൾ പോവുക. ഫസ്റ്റ് മൊത്തം ഈസി സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും, പിന്നെ ഓരോ ലെവൽ കിടക്കുന്നതിന് സ്റ്റാൻഡേർഡിന്റെ കോംപ്ലക്സിറ്റിയും
വാല്യുവേഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് വരും. നല്ല ഡിഫിക്കൽട്ട് ഒന്നല്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും ഡിഫിക്കൽട്ടി മാത്രമേ ഉള്ളൂ. വലിയ FR അത്ര വലിയ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട സബ്ജക്റ്റ് ഒന്നല്ല. മര്യാദയ്ക്ക് സ്റ്റാൻഡേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ, മര്യാദയ്ക്ക് മെഷർമെന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, FRൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും SOFP SOPL ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതിൻ്റെ എമൗണ്ട്സ് തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. കാരണം എനിക്ക് ഇതുവരെ പേഴ്സണലി ടാലി കിട്ടാത്ത മനുഷ്യനാണ് ഞാൻ. ഓക്കെ, അപ്പം ടാലിക്കൊന്നല്ല കാര്യം, നിങ്ങളെ ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നുണ്ടോ അതൊന്നല്ല. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വർക്കിങ്സ് എസ്സേയിൽ കൊടുക്കുന്നത്, അതിനാണ് നിങ്ങൾക്ക് മാർക്സ് കിട്ടുക. ഓക്കെ, അപ്പോൾ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും വൃത്തിക്ക് പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി മെഷർമെന്റ് ആണ്. മെഷർമെന്റ് പറയുവാണെങ്കിൽ നമ്മൾ എസറ്റിന് എന്ത് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ എമൗണ്ട് നമ്മൾ ലേറ്റസ്റ്റ് വാല്യൂയിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ലേറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് തീരുമാനിക്കണം? ഫെയർ വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സാധനം ഉണ്ട് അല്ലേ? IFRS 5 വിൽ ബി മെഷേർഡ് അറ്റ് ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ NRV. എന്താണ് ഈ NRV? NRV എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കുക എന്തോ ഒരു വലിയ സാധനമാണെന്ന്. അല്ല, നിങ്ങൾ പഠിച്ച ഫെയർ വാല്യൂ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നുള്ളൂ, അതിൽ നിന്ന് നമ്മൾക്കത് സെല്ല് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് ആവുന്നുണ്ടോ അത് മൈനസ് ചെയ്യും. ആ ഒരു ചെറിയ ചേഞ്ച് മാത്രമാണ് ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ പറയുവാണ്, നമ്മൾ എന്താ ചെയ്യുക? മെജർമെന്റിന്റെ ടൈം നമ്മൾ എസറ്റിനെ ഒന്നും കൂടി എന്ത് ചെയ്യും? റീക്ലാസിഫൈ ചെയ്യും ആസ് IFRS 5. അങ്ങനെ റീക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മെഷർമെന്റ് ഒന്നും കൂടി എടുക്കും. ആ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി ക്രൈറ്റീരിയ ഇതാണ്. അതായത് നമ്മൾ ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ NRV ആണ് എടുക്കുക. ഇനി എന്താണ് ഈ ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ NRV? NRV എന്ന് പറയുന്നത് ഫെയർ വാല്യൂന്ന് സെല്ലിംഗ് കോസ്റ്റ് മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് NRV. ഇതിനെ നമ്മൾ ഫുൾ ഫോം പറയുകയാണെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയും. എന്താണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ? എൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ വാങ്ങിയത് 12,000-നാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 12,000-നൊന്നും നിങ്ങൾക്ക് ലാപ്ടോപ്പ് കിട്ടൂലടാ. ഞാൻ 12,000-നാണ് വാങ്ങിയെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇമാജിനേഷനിലെങ്കിൽ അത്ര കിട്ടും എന്നുള്ളത് നമുക്ക് ആക്കാലോ. അപ്പൊ 12,000-ന് നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങി. അപ്പൊ ഈ ലാപ്ടോപ്പ് നിങ്ങൾ എന്ത് ചെയ്തു? സെല്ല് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ആഫ്റ്റർ 3 years ഓഫ് യൂസേജ് അല്ലേ? നിങ്ങൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ വാങ്ങിയ പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ല. എന്തായാലും 12,000 കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ സെല്ല് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നിങ്ങൾക്ക് ബയേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആഡ് ഇട്ടു അല്ലേ? അപ്പൊ ആ ആഡിന് നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഫെയർ വാല്യൂ അതിന്റെ ആ ഒരു ലാപ്ടോപ്പിന്റെ ഫെയർ വാല്യൂ ആഫ്റ്റർ ഓൾ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ഡൺ, നിങ്ങൾക്ക് ഇപ്പം മാർക്കറ്റ് റേറ്റ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ഒരു 9,000 ആണ് അതിന്റെ ഫെയർ വാല്യൂ ഇപ്പോൾ ഉള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 9,000 നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം എന്താ? നിങ്ങൾ ഒരു ആഡ് ഇട്ടിട്ടുണ്ട്. ആ ആഡിന് ലെറ്റ്സ് സേ ഒരു 1,000 ആണ് നിങ്ങൾ എന്ത് ചെയ്തത്? ആ ആഡിന് നിങ്ങൾ കൊടുത്തത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങളെ കയ്യിൽ എത്രയും നിങ്ങൾ റിയലൈസ് ചെയ്യുള്ളൂ? 8,000 ആണ് റിയലൈസ് ചെയ്യുള്ളൂ അല്ലേ? സോ അതിനാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അസറ്റിന്റെ അപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ, അതായത് ഫെയർ വാല്യൂ, ആക്റ്റീവ്ലി മാർക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് ആ സെല് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അഡീഷണലി എന്ത് കോസ്റ്റ് ആയിട്ടുണ്ടോ അത് മൈനസ് ചെയ്ത് കിട്ടുന്നതിനാണ് NRV എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ക്യാരിങ് വാല്യൂ ഓൾറെഡി ഉണ്ട്. കാരണം നിങ്ങൾ എസറ്റിന് എന്തായാലും എല്ലാ കൊല്ലവും എന്താണ് അതിന്റെ ഡിപ്രീസിയേഷൻ ഒക്കെ മൈനസ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ ക്യാരിങ് വാല്യൂ ഓൾറെഡി ഉണ്ട്, NRV നിങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പൊ ഈ രണ്ട് വാല്യൂസ് കൊടുത്തിട്ട് അതിൽ നിന്ന് എന്താണോ ലോവർ വാല്യൂ, ആ ലോവർ വാല്യൂ ആണ് ആ എസറ്റിന്റെ മെഷർമെന്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ആ മെഷർമെന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും കാര്യങ്ങൾ നോക്കാനുണ്ട് അല്ലേ? നമ്മൾ ചിലപ്പം നമ്മളുടെ അക്കൗണ്ട്സിൽ ഓൾറെഡി ആ എസറ്റിന് ലെറ്റ്സ് സേ ഈ ഒരു ലാപ്ടോപ്പിന് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഒരു 9,000 ആണ് ഞാൻ പറഞ്ഞല്ലേ, 9,000 ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, NRV നമ്മൾ എത്രയാ പറഞ്ഞേ? 8,000 ആണ് പറഞ്ഞത് അല്ലേ? NRV 8,000 ആണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ NRV എന്ന് പറയുമ്പോൾ NRV ആണ് ലോവർ. അപ്പൊ 8,000 ആണ് നമ്മൾ എടുക്കുക അല്ലേ? അപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഈ ക്യാരിയിങ് വാല്യൂ ഗ്രേറ്റർ ആണ് ഓക്കെ ദാൻ ദി NRV അല്ലേ? ഒന്നുമില്ലടാ, കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. 9,000 എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ആണ്, 8,000 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? സ്മോളർ ആണ് അല്ലേ? 9,000
അതായത് 9,000 ആയ ക്യാരിയിങ് വാല്യൂ കൂടുതലും 8,000 ആയ NRV കുറവുമാണ് അല്ലേ? ഇങ്ങനെ ഇങ്ങനെയല്ലേ ഇപ്പൊ ഉള്ളേ? ഇത്രേ പറയുന്നുള്ളൂ. ക്യാരിയിങ് വാല്യൂ കൂടുതലും NRV കുറവുമാണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ? അല്ലേ? നഷ്ടം മാത്രമല്ല, നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മളുടെ അസറ്റിന്റെ വാല്യൂ വീണ്ടും കുറഞ്ഞതായിട്ട് കണ്ടുപിടിച്ചു അല്ലേ? അങ്ങനെ ഒരു fall in വാല്യൂ ഓഫ് ദി അസറ്റിനാണ് ഇംപെയർമെന്റ് ലോസ് എന്ന് പറയുന്നത്. പേര് കണ്ട് ഞെട്ടണ്ട, ഇതിന് വേറെ സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഇത് നല്ലോണം ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇംപെയർമെന്റിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മൊത്തം ആ ഒരു സ്റ്റാൻഡേർഡിലോട്ട് ക്ലിയർ ചെയ്യും. ഇംപെയർമെന്റ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഇത്രമാത്രം ആലോചിക്കുക, ഫോൾ ഇൻ വാല്യൂ ഓഫ് ദി അസറ്റ് ആണ്. അപ്പൊ ക്യാരിയിങ് വാല്യൂ ഇത്ര ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് വെറും 8,000 ആണെന്നുണ്ടെങ്കിൽ, നെറ്റ് എമൗണ്ട് 8,000 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 1,000 ഡിഫറൻസ് നമ്മളുടെ അസറ്റിന്റെ വില ഇടിഞ്ഞതാണ്, അതായത് ഫോൾ ഇൻ വാല്യൂ ഓഫ് ദി അസറ്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ ഇംപെയർമെന്റ് ലോസ് ആയിട്ട് SOP-ൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റത്തെ കണ്ടീഷൻ എന്താണ്? ഒരു IFRS 5 NCA ഹെൽഡ് ഫോർ സെയിൽ ആയിട്ടുള്ള അസറ്റിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡിപ്രീസിയേറ്റ് ചെയ്യില്ല. മാത്രമല്ല, അതിന് നമ്മൾ കറണ്ട് അസറ്റ് സെക്ഷനിലാണ് എടുക്കുക. കറണ്ട് അസറ്റ്സ് ആസ് ഇൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സോൾഡ് ഔട്ട് വിത്തിൻ 12 മന്ത്സ്. അതുകൊണ്ടാണ് കറണ്ട് അസറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി ചില നോട്ട്സ്, അതായത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഉണ്ട്. അതിലൊന്ന്, അസറ്റ് നമ്മൾ 12 മന്ത്സിനുള്ളിൽ സെല്ല് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു സെയിൽ ഇനി പ്രോബബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? റീക്ലാസിഫൈ ചെയ്യണം ടു IAS 16. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ ഗ്ലിച്ച് എന്താണ്? മെജർമെന്റ് ആണ്. FR-ൽ റീക്ലാസിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കൽ കുറവാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? OTQs ആയിട്ട് ജസ്റ്റ് തിയറി ഒക്കെ ആയിട്ട് വരാം. ഓക്കെ. അല്ലാതെ FR-ൽ IFRS 5-ന്റെ റിവേഴ്സൽ മെഷർമെന്റ് ഒക്കെ ചോദിക്കാറില്ല, പൊതുവേ ചോദിക്കാറില്ല. ഓക്കെ. പക്ഷെ നമുക്ക് ടു ബി ഓൺ ദ സേഫർ സൈഡ് നമ്മൾ പഠിക്കും. അപ്പം നമ്മൾ റീക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു IFRS 5 NCA ഹെൽഡ് ഫോർ സെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ സെല്ല് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു, അതിനെ തിരിച്ച് IAS 16 ആക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? രണ്ട് വാല്യൂസ് വീണ്ടും എടുക്കും. ഓക്കെ. ഒരു വാല്യൂ എന്താണ്? ക്യാരിയിങ് വാല്യൂ ആണ്. അതായത് ആ അസറ്റിന്റെ അതുവരേക്കുള്ള ഡിപ്രീസിയേഷൻ ഒക്കെ കൊടുത്തത്. ആലോചിക്കേണ്ട ഒന്നുണ്ട്, IFRS 5 NCA ഹെൽഡ് ഫോർ സെയിൽ ആയ ഡിപ്രീസിയേഷൻ കൊടുക്കത്തില്ല അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? റീക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ക്യാരിയിങ് വാല്യൂ കിട്ടും, അതവിടെ വെക്കുക. പിന്നെന്താണ്? റിക്കവറബിൾ എമൗണ്ട് ആണ് അറ്റ് ദ ഡേറ്റ് ഓഫ് ദ ഡിസിഷൻ നോട്ട് ടു സെൽ. റിക്കവറബിൾ എമൗണ്ട് ആസ് ഇൻ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് പഠിക്കും. ജസ്റ്റ് ഇത്രമാത്രം ആലോചിക്കുക. റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ അസറ്റിന് കിട്ടുന്ന ഒരു വാല്യൂ ആണ്. ഓക്കെ. അത്രമാത്രം ആലോചിച്ചാൽ മതി. ബാക്കി നമ്മൾ അടുത്ത സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകും. എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പോകും. അപ്പൊ ഈ ഒരു രണ്ട് വാല്യൂസ് കൊടുത്തിട്ട് ഇതിൽ ഏതാണോ ലോവർ അതായിരിക്കും ആ അസറ്റിന്റെ പുതിയ മെഷർമെന്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെ ഒരു ബ്ലോക്ക് ആണ്. IFRS 5 NCA ഹെൽഡ് ഫോർ സെയിലിൽ ഈ പറഞ്ഞത് വരെ ഒരു ബ്ലോക്ക് ആണ്. ദിസ് ഈസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് വിത്ത് അസറ്റ്സ് ഓൺലി. ഓക്കെ. ഇത് റിലേറ്റഡ് വിത്ത് അസറ്റ്സ് ഓൺലി ആണ്. ഇനി ഓപ്പറേഷൻസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. അപ്പൊ എന്താണ് ഈ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്? സപ്പോസ് ഞാൻ നെസ്റ്റോ, അല്ലേ? നെസ്റ്റോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പൊ നെസ്റ്റോ എന്ന് പറയുന്നത് ഒരു ബിഗ് കമ്പനിയാണ്. അവർക്ക് ഒരുപാട് സ്ഥലത്ത് എന്തുണ്ട്? ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പൊ അവരെന്ത് തീരുമാനിച്ചു? UAE-യിലുള്ള മേ ബി ഷാർജയിലുള്ള ഒരു ബ്രാഞ്ച് അവർ ക്ലോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ. അപ്പൊ അതിനെയാണ് എന്താ പറയുന്നത്? ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു ലൈൻ ഓഫ് ബിസിനസ് ക്ലോസ് ചെയ്യുക. ഓക്കെ. അല്ലെങ്കിൽ ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടാവുക. ഓക്കെ. അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്പനിയെ പർച്ചേസ് ചെയ്തു ഫോർ ദ സോൾ എയിം ഓഫ് റീസെല്ലിങ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെയാണ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്ന് പറയാം. ഇത് സ്പെസിഫിക്കലി അസറ്റ് അല്ല, പക്ഷെ ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസിനെയാണ് ഡെപിക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്നാണ്, ഇറ്റ് ഇസ് ദ കമ്പണന്റ് ഓഫ് എൻ എൻറ്റിറ്റി. ഓക്കെ. ദാറ്റ് ഈസ് ഈതർ ഡിസ്പോസ്ഡ് ഓഫ് അല്ലെങ്കിൽ ഇസ് ക്ലാസിഫൈഡ് ആസ് ഹെൽഡ് ഫോർ സെയിൽ. ഹെൽപ്ഫുൾ സെയിൽ എന്നല്ലേ, ഹെൽഡ് ഫോർ സെയിൽ എന്നാ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവൂടോ, ഞാനും മനുഷ്യനല്ലേ.
അപ്പം അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് ചെയ്യട്ടാ. ഈ സാധനം ഹെൽഡ് ഫോർ സെയിൽ എന്നാണേ. അത് നിങ്ങൾ പഠിക്കുന്ന ടൈം കറക്റ്റ് ചെയ്യാം. നോട്ട്സ് കിട്ടിയവരെന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് ആ ഒരു സാധനം ഒന്ന് കറക്റ്റ് ചെയ്യണേ. ഇത് ഹെൽപ്പ് ഫോർ സെയിൽ എന്നാണ്. ഓക്കെ. അപ്പോൾ ഹെൽപ്പ് ഫോർ സെയിലാക്കി വെക്കുവോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്പോസ് ഓഫ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് എന്താ പറയുന്നത്, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്ന്, ബിസിനസിന്റെ ഒരു മേജർ, നമ്മളുടെ കമ്പനിയുടെ ഒരു മേജർ ലൈൻ ഓഫ് ബിസിനസ് ഓർ എ ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രോണിക് കമ്പനിയാണ് നമ്മളൊരു. ഇവിടെ നെറ്റ് കട്ടായി പോയി. അത് കാരണം ഞാൻ എവിടെയാണ് നിർത്തിയെന്നുള്ളത് ഐ ഹാവ് നോ ഐഡിയ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഫസ്റ്റിനെ പറയാണ്. ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എൻറ്റിറ്റിയെ, നമ്മളുടെ കമ്പനിയുടെ ഒരു ഓപ്പറേഷണൽ പാർട്ട് നമ്മൾ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്ന് പറയാം. ഓക്കെ. എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ ഒരു ഇലക്ട്രോണിക് കമ്പനിയാണ്, ടാബ്ലറ്റിന്റെ എൻറ്റയർ പ്രോഡക്റ്റ് ലൈൻ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആണ്. അല്ലെങ്കിൽ ഇപ്പം നെസ്റ്റോ പോലത്തെ വലിയൊരു ഫ്രാഞ്ചൈസ്, ഒരു വലിയ കമ്പനി എന്ത് തീരുമാനിച്ചു, ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള നെസ്റ്റോ അങ്ങ് ക്ലോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ അതും ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ. അപ്പം 3 തരത്തിലുള്ള ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആണ്. മേജർ ലൈൻ ഓഫ് ബിസിനസ് ഓർ ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ. രണ്ടാമത്തത്, ഈ ഒരു മേജർ ലൈൻ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ സെല്ല് ചെയ്യാനുള്ള പ്ലാന് നമ്മളുടെ കയ്യിലുണ്ട്, നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് NCA ഹെൽപ്പ് ഫോർ സെയിലാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് വൺ എന്താണ്, നമ്മളൊരു സബ്സിഡിയറിയെ അക്വയർ ചെയ്തു ഫോർ ദ സോൾ എയിം ഓഫ് സെല്ലിങ് ഇറ്റ്, അല്ലേ. ഇതിന്റെ ഒരു ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആപ്പിള് ബീറ്റ്സ് എന്ന് പറയുന്ന കമ്പനീനെ അക്വയർ ചെയ്തതാ. ഓക്കെ. സോ സംഭവിച്ചെന്താ വെച്ചാൽ, പണ്ട് ആപ്പിള് വളർന്നു വരുന്ന സമയത്ത് ബീറ്റ്സ് കമ്പനിയുടെ ഹെഡ്സെറ്റ് കുറച്ചും കൂടെ, അന്നേരം സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, പക്ഷെ ആൾക്കാർ യൂസ് ചെയ്തിട്ട് ബൈ വേർഡ് ഓഫ് മൗത്ത് അവരുടെ ഗാഡ്ജറ്റ്സ്, അതായത് ഹെഡ്സെറ്റ്സ് ഒക്കെ, ഹെഡ്ഫോൺസും ഹെഡ്സെറ്റ്സും ഒക്കെ ഭയങ്കര വൈറലാവാൻ തുടങ്ങി. ഓക്കെ. അപ്പം ആപ്പിളിന് ഈ ഒരു എമേർജിങ് കമ്പനി ത്രെട്ടായിട്ട് തോന്നിയത് കാരണം ആപ്പിൾ എന്ത് ചെയ്തു, ആ ഒരു കമ്പനീനെ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ആ വാങ്ങുന്ന സമയത്ത് ആപ്പിളിന്റെ എയിം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അതിനെ വാങ്ങിയിട്ട് പാർട്സ് ആയിട്ട് സെല് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പോസ് ഓഫ് ചെയ്യുക, അങ്ങനെയായിരുന്നു ആപ്പിളിന്റെ തീരുമാനം. പക്ഷെ ലേറ്റർ ഓൺ എക്വയർ ചെയ്തതിന് ശേഷം ആപ്പിൾ എന്ത് ചെയ്തു, അതിപ്പോഴും കണ്ടിന്യൂസ്ലി അത് റൺ ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ ദാൻ ആപ്പിൾ എന്നുള്ള രീതിയിൽ അവർ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഇപ്പം ബീറ്റ്സിലൂടെ സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. NCA ഹെൽപ്പ് ഫോർ സെയിൽ ആയിട്ടില്ല അവരത്, കാരണം അത് അവർ തീരുമാനം മാറ്റി, അല്ലേ. പക്ഷെ അവരുടെ ഫസ്റ്റ് ഗോള് സെയിം ആണ്. അതായത് ഒരു സബ്സിഡിയറി നമ്മൾ എക്വയർ ചെയ്തു, ഒരു കമ്പനിയെ നമ്മൾ എക്വയർ ചെയ്തു, ആ എക്വയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള ഫോക്കസ് അല്ലെങ്കിൽ ഗോൾ എന്തായിരുന്നു, അതിനെ സെല്ല് ചെയ്യുക, അല്ലേ. സോ അങ്ങനെയുള്ളതും എന്താണ്, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആയിട്ട് മാറും. ഓക്കെ. ഇനി കമ്പണന്റ് ഓഫ് എൻ എൻറ്റിറ്റി എന്താണ്? ഓക്കെ. ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ കമ്പണന്റ് ഓഫ് എൻ എൻറ്റിറ്റി എന്ന് പഠിച്ചു. അപ്പൊ ഈ കമ്പണന്റ് ഓഫ് എൻ എൻറ്റിറ്റി എന്താണ്, നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റിൽ നിന്ന് അതിന്റെ ഓപ്പറേഷൻസും ക്യാഷ് ഫ്ലോസും ഒക്കെ ബാക്കിയുള്ള ബിസിനസ് ഓപ്പറേഷൻസ് നിന്ന് സെപ്പറേറ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി അതിന്റെ കണക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനാണ് കമ്പണന്റ് ഓഫ് എൻ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരുപാട് നെസ്റ്റോ ഉള്ളിടത്തുനിന്ന് ഷാർജ, മേ ബി മുബൈലയിലുള്ള നെസ്റ്റോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന്റെ സെപ്പറേറ്റ് ക്യാഷ് ഫ്ലോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനാണ് കമ്പണന്റ് ഓഫ് എൻ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അതും അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആപ്പിളിന്റെ സർവീസ് ഷോറൂംസ് ഒരുപാട് സ്ഥലത്തുണ്ട്, അല്ലേ. അതിൽ നിന്ന് സപ്പോസ് കണ്ണൂരിലുള്ള ഷോറൂമിന്റെ മാത്രം ക്യാഷ് ഫ്ലോസും കാര്യങ്ങളും നമുക്ക് കിട്ടും, അല്ലേ. അങ്ങനെയാണെങ്കിൽ ആപ്പിളിന്റെ ഷോറൂംസിൽ ഒരു കമ്പണന്റ് ആണെന്ത്, കണ്ണൂരിലുള്ള ഷോപ്പ്. ഓക്കെ. അങ്ങനെ പഠിച്ചാൽ മതി. ഇനി പ്രസന്റേഷൻ ആണെങ്കിൽ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞ്, പ്രസന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ NCA ഹെൽപ്പ് ഫോർ സെയിൽ കാണിക്കുക. ഓക്കെ. സോറി, NCA ഹെൽപ്പ് ഫോർ സെയിൽ അല്ല, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ പ്രസന്റേഷൻ എങ്ങനെയാ കാണിക്കുക എന്നുള്ളതാ. NCA ഹെൽപ്പ് ഫോർ സെയിൽ എസറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ഒരു എൻറ്റയർ ബിസിനസിന്റെ ഒരു സർട്ടൻ ഏരിയ ഓഫ് ഓപ്പറേഷൻസ്, അതിന്റെ കമ്പണൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതിന് സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ. എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് നോക്കാം. അപ്പൊ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ക്രൈറ്റീരിയ ആസ് ഇൻ NCA ഹെൽപ്പ് ഫോർ സെയിലിന്റെ ഒക്കെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു.
അതിനെ നമ്മൾ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, SOPL ഒരു സെപ്പറേറ്റ് സിംഗിൾ ലൈൻ ഐറ്റം ആയിട്ട് കാണിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ആരാണോ SOPL യൂസ് ചെയ്യുന്നത് അവർക്ക് നോക്കിയാൽ കാണണം, ഓക്കെ ഇന്നൊരു ഐറ്റം ഇവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെയാണ് അത് കാണിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒരു ഡെപ്പിക്ഷൻ ആണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മളെ കമ്പനിയുടെ നോർമൽ P&L സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കും. ഓക്കെ, നോർമൽ P&L സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കും. അപ്പൊ ഈ നോർമൽ P&L സ്റ്റേറ്റ്മെന്റ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ ഓവറോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് കമ്പനിയുടെ ആ ഒരു ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും സെപ്പറേറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ള എല്ലാ ഐറ്റംസും കമ്പനിയുടെ ഓവറോൾ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് P&L സ്റ്റേറ്റ്മെന്റ് ഓഫ് കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്താ വെച്ചാൽ അത് ആഡ് ചെയ്യും. അതിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ടോട്ടൽ പ്രോഫിറ്റ്സ്. അപ്പൊ IFRS 5 NCA ഹെൽപ്പ് ഫോർ സെയിൽ ഉണ്ടായി, ഒരു ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രസന്റേഷൻ എപ്പോഴും ഇങ്ങനെയായിരിക്കണം. അതായത് നമ്മൾ സെപ്പറേറ്റ്ലി കാണിക്കും, കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് നമുക്ക് ഇത്ര പ്രോഫിറ്റ് ആണ്, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് നമുക്ക് കിട്ടുന്ന ഇത്ര പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആവാം, ലോസ് ആവാം, എന്തോ ആവാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ പ്രോഫിറ്റ്സ് കാണിക്കും. അപ്പോൾ ഒരു യൂസർ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ഈ ഒരു SOPL വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് തിരിയും, ഓക്കെ കമ്പനിയുടെ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിന് ഇത്ര പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ട്, അതേപോലെ കമ്പനി ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ആ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഓപ്പറേഷൻസിന് ഇത്ര പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. അപ്പം സെപ്പറേറ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു സാധനം കണ്ടോ, അതായത് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ഡിസ്ക്ലോജർ, അതായത് അതിനൊരു വർക്കിംഗ് നോട്ട്സ് പോലെ നമ്മൾ ഡിസ്ക്ലോജർ കൊടുക്കും. എന്നിട്ട് അതിലെന്ത് ചെയ്യും? ആ ഒരു ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ P&L സ്റ്റേറ്റ്മെന്റ് ഫുൾ ലെങ്ത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കും. ഓക്കെ അല്ലേ? ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ നല്ലോണം ക്ലിയർ ആവും. ഇപ്പം ജസ്റ്റ് സ്റ്റാൻഡേർഡ് മാത്രം അറിയാൻ വേണ്ടി ഒന്ന് അതിന്റെ ഒരു ഫോമാറ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ IFRS 5. റെക്കോർഡിങ്സ് നല്ല രീതിയിൽ കാണുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് ചോദിക്കാം. പബ്ലിക്ലി കാണുന്നവരാണെങ്കിൽ കമൻസിൽ ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഡൗട്ട്സ് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, സോ ആസ് ഐ സെഡ് ഏർലിയർ, എല്ലാ മെസ്സേജിനും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു ഇതെന്തോ ഒരു സംഭവമാണ്, അത് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്, സ്റ്റുഡൻസ് ചോദിച്ചിട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ ചെയ്യും. പക്ഷെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുക എന്ന് മാത്രം. ഓക്കെ ഗൈസ്, താങ്ക് യു, ബൈ.